سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ നഗരിയിൽ സന്നിഹിതരായ ഉമറാക്കൾ, സ്നേഹസമ്പന്നരായ ദീനി പ്രവർത്തക സുഹൃത്തുക്കൾ, താൽപര്യത്തോടെ ഈ സദസ്സ് ശ്രവിക്കുന്ന നാട്ടുകാർ, സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ മഹത്തായ മജ്‌ലിസ് പാരത്രിക ലോകത്ത് പ്രയോജനപ്പെടുന്ന, ഇഹലോകത്ത് വലിയ വലിയ വെളിച്ചത്തിന് നിമിത്തമാകുന്ന ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഉപ്പ ഉമ്മ ഉസ്താദുമാരും ഉൾപ്പെടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഇഹലോകത്ത് സജ്ജന സമൂഹത്തിലും പരലോകത്ത് സ്വർഗഭവനത്തിലും ഒത്തുകൂടാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു യുഗത്തിന്റെ വെളിച്ചമായി, കാലത്തിന്റെ ഇതിഹാസമായി നമ്മോടൊപ്പമുണ്ടായിരുന്ന മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹു നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു അവിടുത്തെ പരലോകത്തെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മഹാന്മാരായ സദാത്തുക്കളെയും ആലിമീങ്ങളെയും സ്നേഹിച്ച് ദീനീ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പരിശുദ്ധ ദീനിന് ആത്മാർത്ഥമായ സേവനം ചെയ്യുന്ന സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ മഹാഗുരു സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോകവേ നമ്മോട് നൽകിയ പ്രധാനപ്പെട്ട ഒരു ഉപദേശം, തറക്തു ഫീക്കും അംറൈൻ, രണ്ടു കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. അതു രണ്ടും നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു. ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആന. അതിനുവേണ്ടി ഒരുപാട് സമയം, സന്ദർഭം, സമ്പത്ത് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങൾ സകലതും അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ രംഗത്തെ എല്ലാ സേവനങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ടാമതായി അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ ഇത്റതി, എന്റെ സന്തതികൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തതികൾ ലോകത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള അമൂല്യമായൊരു വരദാനമാണ്. പിതാവിനോളം പോന്ന പൊന്നുമക്കളാണ്. ലോകത്തിന് അഭയമായി, സമൂഹത്തിന് നേതൃത്വമായി, പ്രയാസങ്ങളിൽ സങ്കടങ്ങളുമായി പാഞ്ഞു ചെല്ലുന്നവർക്ക് തണലിന്റെ, ആശ്വാസത്തിന്റെ സാന്ത്വന വചനങ്ങളുമായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ദീപസ്തംഭങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമക്കൾ, തങ്കക്കുടങ്ങൾ, സാദാത്തുക്കൾ. അവരെ സ്നേഹിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമ്മോട് ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. എന്റെ മക്കൾ കഴിഞ്ഞുകൂടി പോയിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതല്ല. എനിക്ക് വഫാത്തായി പോകാൻ സമയമായി, നിങ്ങളെ എന്നും നോക്കേണ്ടതും വഴി നടത്തേണ്ടതും എന്റെ ആഗ്രഹമാണ്, എന്റെ ചുമതലയാണ്. എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വലിയൊരളവോളം തുടർന്ന് ലഭിക്കുന്നതിന് എന്റെ സന്തതികൾ നിങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് നമ്മോട് വാക്കുതന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ അസ്അലുക്കും അലൈഹി അജ്റ, ദീനിനു വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഒന്നും ഞാൻ നിങ്ങളോട് പ്രതിഫലമായി ആവശ്യപ്പെടുന്നില്ല. ഖുൽ എന്ന് അല്ലാഹു പറഞ്ഞ കാരണത്താൽ ഒറ്റ കാര്യം അതുമാത്രം നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ സന്തതികൾ, അവരോട് ഇത്തിരി സ്നേഹവും ബഹുമാനവും നിങ്ങൾക്കുണ്ടായാൽ അത് നിങ്ങൾക്ക് വിജയം, നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും സന്തോഷം വന്നു ചേരും എന്ന് ലോകത്തിന്റെ മഹാഗുരു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് കഠിനമായ പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്.
സ്വന്തം മേളാപ്പ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ക്രൂരമായി കൊലപ്പെട്ട് കിടക്കുന്നിടത്ത് ആ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു പോയി, മൂക്കു ചെത്തിപ്പോയി, കാതു പറിച്ചുപോയി, കുടൽമാലകൾ മുഴുവനും കീറിപ്പറിച്ച് വലിച്ചെറിഞ്ഞുപോയി, കരളുപോലും കടിച്ചു തുപ്പിയിട്ട് പ്രതികാരത്തിന്റെ ദാഹത്തോളം ആർത്തസഹസിച്ചിരിക്കുന്ന ആളുകൾ, അതെല്ലാം സങ്കടത്തോടെ നോക്കി നിന്ന സയ്യിദുനാ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഗർഭിണിയായ പൊന്നുമോള് സൈനബ് വാഹനപ്പുറത്തേറി യാത്രക്കൊരുങ്ങവേ വാഹനം സഹിതം അവരെ തട്ടിമറിച്ചിട്ട ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഗർഭസ്ഥ ശിശു മരിച്ചുപോയി. ആ വീഴ്ചയുടെ ആഘാതം പൊന്നുമോൾ സൈനബും പെട്ടെന്ന് മരിച്ചുപോയി. ആ വിഷയം വേദന സഹിച്ച് അമർത്തി കടിച്ചുപിടിച്ച് നിയന്ത്രിച്ച് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ജീവിതകാലത്തു തന്നെ മലഞ്ചെരുവിലേക്ക് ഉപരോധത്തിന് വിധേയമായി താമസം മാറ്റേണ്ടി വന്ന കാലഘട്ടത്തിൽ തനിക്ക് വേണ്ടി കുടുംബാംഗങ്ങൾ പോലും കഷ്ടപ്പെടുന്നു, മരത്തിന്റെ പച്ചിലകൾ മാത്രം പറിച്ചു തിന്ന് ചുത്തടക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോൾ അങ്ങേയറ്റം ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ആ രൂപത്തിൽ വേവധു പൂണ്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അനുഭവങ്ങൾ ധാരാളം, ഒന്നും പ്രതിഫലം ചോദിക്കുന്നില്ല. ഒറ്റ കാര്യം, അതും എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക്, സദാത്തുക്കളോട്, എന്റെ സന്തതികളോട്, അഹ്ലുബൈത്തിനോട് നിങ്ങൾക്ക് സ്നേഹം വേണം എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ അഹ്ലുബൈത്തിനെ അല്ലാഹുവിന്റെ ഹബീബ് ഉപമിച്ചു കസഫീനത്തി നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിനോട്. പ്രപഞ്ചം മുഴുവനും ഭൂമി മുഴുവനും വെള്ളം മാത്രമുള്ള 5 മാസക്കാലം 150 ദിവസം ഏറ്റവും വലിയ കൊടുമുടിയുടെ മുകളിൽ 150 അടി ഉയരത്തിൽ അന്ന് വെള്ളം തളം കെട്ടിരുന്നുവെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നൂഹ് അലൈഹിസ്സലാമിന്റെ തൂഫാന്റെ പ്രളയത്തിന്റെ കാലം അത് ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്, മുഴുവൻ ചരിത്രരേഖകളിലുമുണ്ട്. ആ കപ്പൽ ഇന്നും കാണാനുണ്ട്. വസ്തവത അലൽ ജൂദിയ്യി, ലബനാനിലെ അറാറത്ത് പർവ്വത നിരകൾക്കിടയിൽ ഉത്തുംഗമായൊരു കൊടുമുടി ജൂദി പർവ്വതത്തിൽ അതിപ്പോഴുമുണ്ട്. വലഖദ് തറക്നാഹാ ആയ, കാലാകാലം കാത്തിരിക്കാൻ, കാണുന്നവർക്ക് പരിശോധിക്കാൻ, വിഷയം ബോധ്യപ്പെടുക, അത് അവിടെ തന്നെയുണ്ട് എന്ന് ഖുർആൻ. ലോകം ഇന്ന് ആ ഒരു കപ്പൽ കണ്ടെത്തിയിരിക്കുകയാണ്. അന്ന് അഭയം അത് മാത്രമേ ഉണ്ടായിരുന്നു. ആ കപ്പൽ പോലെ സമുദായത്തിന്റെ സങ്കടങ്ങൾക്ക് അഭയമാണ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫാഇ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ, ബഹുമാനപ്പെട്ട നമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ, മഹാനായ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ, എന്റെ സന്തതികൾ, അഹ്ലുബൈത്ത് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ സമുദായത്തിന് അഭയമാണ്, ആശ്രയമാണ്. എല്ലാം കൃത്യം വസ്തുതനിഷ്ഠമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുകയാണ്. കപ്പലെന്ന് പറഞ്ഞാൽ ഇത് കാലഹരണപ്പെടുത്ത വണ്ടിയല്ല, കാളവണ്ടി, കാലഹരണപ്പെട്ട വണ്ടിയാണ്. മഞ്ചൽ പണ്ടെന്നോ എടുക്കപ്പെട്ടൊരു യാത്രാ സംവിധാനമാണ്. കപ്പൽ മനുഷ്യനാദ്യം നിർമ്മിച്ച വാഹനങ്ങളിൽപ്പെട്ട ഒന്ന്, ഇന്നും എന്നും നിത്യഹരിത നായകനാണ്. എല്ലാ രാജ്യത്തിനും കപ്പലുകളുണ്ട്. ആ കപ്പലുകളാണ് എന്തും എങ്ങോട്ടും കൊണ്ടുപോകാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ മാർഗം. ഏത് ഉപകരണങ്ങളും ഘടിപ്പിക്കാവുന്ന രൂപത്തിലുള്ള സംവിധാനം. ആ കപ്പലിന്റെ മണ്ടയിൽ പലപ്പോഴും വിമാനങ്ങൾ പണ്ട് ലാൻഡ് ചെയ്യുകയാണ്. ആ കപ്പലുകൾ ലോകത്ത് ഒരുപാട് വിഷയങ്ങൾക്ക് മനുഷ്യന് ഏറ്റവും നല്ല സംവിധാനമായി നിലകൊള്ളുകയാണ്. കാലാകാലം ഈ രൂപത്തിൽ അഹ്ലുബൈത്തിനെ നമുക്ക് മറുപടിയായി, നമുക്ക് ഉത്തരമായി കാണിച്ചു തന്നിട്ടുണ്ട് അവിടുത്തെ മഹത്തായ വചനങ്ങളിലെങ്കിൽ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലാതെ നമ്മോട് ആവശ്യപ്പെട്ടു ആ ഒരു വിഷയം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അഹ്ലുബൈത്ത് നമ്മളെല്ലാം പ്രാധാന്യത്തോടെ കാണുകയാണ്, മനസ്സിലാക്കുകയാണ്. ഒരു മാസം മുഴുവനും മീലാദ് കമ്പയി, അതുകൊണ്ട് മാത്രം നിർത്താനായില്ല. മാസം മീലാദിന്റെ മാസം റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവരെ പോലെ ഒരുപാട് സാദാത്തുക്കളെ ഓർക്കാൻ റബീഉൽ ആഖിർ മാസവും ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്,
നിനക്ക് എത്രത്തോളം മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മൗലിദിന്റെ സ്വലാത്തിന്റെ സമയങ്ങൾ ദീർഘിപ്പിക്കാൻ കഴിയും, അത്രയും നിനക്ക് ഖൈറാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഓർമ്മിപ്പിച്ചു ഉബയ്യ് ഇബ്നു കഅബ് എന്ന മഹാനായ സ്വഹാബി പണ്ഡിതനോട്. വേറെ ഒരു പണിയും വശമില്ലാഞ്ഞിട്ട് ചടഞ്ഞു കുത്തിയിരുന്ന ആളല്ല ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന് ലഭിക്കുന്ന ഉത്തരമായ വഹയിന്റെ വാചകങ്ങൾ പകർത്തി വഹയിന്റെ കാത്തിബുകളുടെ നേതാവാണ് സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ ഖുർആൻ വചനങ്ങൾ ക്രോഡീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട പണ്ഡിതന്മാരുടെ പാനലിന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാട്ടിന്റെ പലയിടങ്ങളിൽ അല്ലറ ചില്ലറയായി ചെറിയ ജമാഅത്തുകളായി നടന്നുകൊണ്ടിരുന്ന തറാവീഹ് ഒറ്റ ജമാഅത്തായി മസ്ജിദ് നബവിയിൽ ഉലച്ചു വാർത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ആദ്യത്തെ 10 റക്അത്തിന് നേതൃത്വം നൽകാൻ നല്ലൊരു നല്ല ഖുർആൻ പണ്ഡിതൻ, എല്ലാ കഴിവും മേളിച്ച ഒരു മഹാൻ, ആ മഹാനെ ചുമതലപ്പെടുത്തുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അത് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവാണ്. ആ വ്യക്തിയോട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഓർമ്മിപ്പിക്കുന്നു, ഫഇൻ സിത്ത, എന്റെ മഹബ്ബത്ത്, ആ സനാ, അവിടുത്തെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങൾ എത്ര ഏത് കാലത്ത് എങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും, അതത്രയും നിനക്ക് ലാഭമാണ്, നേട്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യക്ഫീക ഹമ്മദ് ദുനിയാ വഹമ്മൽ ആഖിറ, ഇഹലോകത്തെ സങ്കടങ്ങൾ പരലോകത്തെ പ്രയാസങ്ങൾ രണ്ടും നിനക്ക് ഇതുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നുകൂടി മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവാബ് പ്രതിഫലമായി ഈ വിഷയത്തെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹമുള്ളവർക്ക് റബീഉൽ അവ്വലിലും റബീഉൽ ആഖിറിലും ഒരുപാട് പണിയുണ്ട്. ആ നല്ല പ്രവർത്തനങ്ങളിൽ അല്ലാഹു നമുക്ക് ഇനിയും ഒരുപാട് സമയങ്ങൾ നൽകുമാറാകട്ടെ. വെറുതെ വിഴുപ്പലക്കി വഴക്കുണ്ടാക്കി എന്തെല്ലാമോ വിളിച്ചുകൂവി മരണവീടും അല്ലാത്ത വീടും ഒന്നും ഓർമ്മയില്ല, സന്ദർഭവും സാഹചര്യവും ഒന്നും ബോധമില്ല, എന്തും വിളിച്ചു പറയാവുന്ന അത്തരം അബദ്ധങ്ങളിൽ നിന്ന്, അമ്മാതിരി വൃത്തികേടുകളുടെ കൂടാരങ്ങളിൽ നിന്ന് ഈ സമുദായത്തിലെ മുഴുവൻ സഹോദരങ്ങളെയും പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് എല്ലാ സഹോദരങ്ങൾക്കും നമുക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവ്, ആ വല്യുപ്പയോളം പോന്ന വല്യുപ്പായുടെ പൊന്നുമക്കളാണ് അഹ്ലുബൈത്ത്. എക്കാലത്തുമുണ്ടാകും. ഇന്ന അഅതൈനാകൽ കൗസർ. മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ അബ്ദുല്ല, ഖാസിം, ആൺമക്കളൊക്കെ മരിച്ചുപോയി. അപ്പോൾ ശത്രുക്കൾക്ക് സന്തോഷം, ഇയാളുടെ പ്രസ്ഥാനം കുമ്പടഞ്ഞു പോകും, ആരും കാണുന്നില്ല, മക്കളൊക്കെ മരിച്ചു പോവുകയാണ്, ആൺമക്കൾ. 18 മാസക്കാലം ആറ്റുനോറ്റ് സ്നേഹത്തോടെ പോറ്റിയെടുത്ത പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുട്ടി കൂടി മരിച്ചുപോയപ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി കരളുപറിച്ച വേദനയുണ്ടായി അവിടുത്തേക്ക്. അതും ആഘോഷമാക്കുകയാണ് അപ്പുറത്തു ചിലർ. അവരുടെ ശൈലി അതാ, ആ മരണം കൂടി ആഘോഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം. അവർക്ക് മറുപടിയായി അല്ലാഹു പറഞ്ഞു, അൽ കൗസർ, സമൃദ്ധി സന്തതികളുടെ വിഷയത്തിലും അങ്ങേക്കുണ്ടാകും. സ്വർഗലോകത്ത് ഏറ്റവും അധികം സന്തതികളെ ഒരുമിച്ച് കൂട്ടി കുടുംബസംഗമം നടത്തുന്ന പിതാവായിരിക്കും അങ്ങ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹായോട് വഫാത്തിന്റെ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കുശലം പറഞ്ഞു. ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞതും പിന്നീട് പൊട്ടിച്ചിരിച്ചതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സുന്ദരമായൊരു ചരിത്രവിശേഷം. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മോളെ ഫാത്തിമ, നീ ഏറ്റവും അധികം മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്ക്, അതും മഹാപ്രസ്ഥാനങ്ങൾക്ക്, വലിയ യോഗ്യതയുള്ള നേതാക്കൾക്ക് ജന്മം നൽകി അവരുടെ വല്യുമ്മയായി അവരോടൊപ്പം സ്വർഗത്തിൽ സന്തോഷം പങ്കിടുന്ന ഭാഗ്യവതിയായി അവിടെ നീ വിരാജിക്കും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
അത് കേട്ടപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പുത്രി ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റാ പിതാവിന്റെ വിയോഗത്തിന്റെ ആ സമയത്തും ആ മുഖത്ത് ഇത്തിരി സന്തോഷത്തിന്റെ പൊൻവെളിച്ചം പ്രകടമായത്. അഹ്ലുബൈത്ത് ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്, ലോകത്തിന്റെ അഭയസങ്കേതമാണ്. എന്നുമെന്നും അവർ ഈ സമൂഹത്തിന് കാവലാണ്. അവരിൽ വലിയ ആളുകളുണ്ട്, ഉന്നതരായ മഹാത്മാക്കളുണ്ട്. ആ മഹത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് വിശ്വാസികളെ ഈ സമൂഹത്തിന് സമ്മാനിച്ച ബഹുമാനപ്പെട്ട അജ്മീർ ഹാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹ്, ഇറാനിൽ നിന്ന് ആ മഹാത്മാവിനെ ഇങ്ങോട്ട് ഉന്തികിട്ടാൻ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹ് മഹാനവർകളെ, അതുപോലെയൊക്കെയുള്ള ആളുകളെ, ആ മഹത്തുക്കളെ മുഴുവനും സ്വർഗലോകത്ത് മുസാഫഹത്ത് ചെയ്യാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. 94 മഹത്തായ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ നടന്നൊരു ചടങ്ങ് ഓർമ്മ വരുത്തും. ആ ചടങ്ങ് ഏതാണ്ട് ഇതേപോലെ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞ് മുത്തഅല്ലിമുകളൊക്കെ നാട്ടിൽ പോയി അവർ തിരിച്ചു വന്ന് ആ സമയത്ത് ക്ലാസ് സജീവമാകുന്ന സമയത്ത് ആ ഒരു ചെറിയ ചടങ്ങിന് മർക്കസിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയം അത് കഴിഞ്ഞ് കൃത്യം ഒരു മാസം പോലെ റബീഉൽ ആഖിർ 11 ബഹുമാനപ്പെട്ട ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന്റെ വിസ്വാലിന്റെ ദിവസമാണ്. റബീഉൽ ആഖിർ പല മഹാന്മാരുടെയും വഫാത്തിന്റെ സമയം. എനിക്കൊക്കെ അങ്ങനെയാണ് താല്പര്യം, റബീഉൽ ആഖിറിൽ ആവലാണ് നല്ലത് എന്നാണ് എന്റെ മോഹം എന്ന് ബഹുമാനപ്പെട്ട താജുൽ അല്ലാഹു ആ വാക്കുകൾ സ്വീകരിച്ച പോലെ, ആ പൂതി അല്ലാഹു സാധിച്ചു കൊടുത്ത പോലെ 20 വർഷത്തിനിപ്പുറം ഇത്തവണ റബീഉൽ ആഖിർ കടന്നു വന്നപ്പോൾ നമ്മെ എതിരേറ്റത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വിയോഗ വാർത്തയാണ്. അല്ലാഹു അവിടത്തേക്ക് പാരത്രികമായ ദറജ എത്തിക്കൊടുക്കുമാറാകട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തതികളെക്കുറിച്ച് അവിടുന്ന് ദീർഘദർശനം ചെയ്തിട്ടുള്ളതുപോലെ ഒരുപാട് യോഗ്യതകൾ സമ്മേളിച്ച മഹാവ്യക്തിത്വം. 95 വയസ്സോളം ജീവിക്കുകയാണ്. 7.5 പതിറ്റാണ്ടുകാലവും ദർസിനു തന്നെ ചെലവഴിക്കുകയാണ്. 50ഓളം തവണ വിശുദ്ധ നാടുകളിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള താജുൽ ഉലമ ഏകദേശം 350-ലേറെ മഹല്ലുകൾക്ക് ഖാദിയായി ഏറെക്കാലം തണൽ നൽകിയ മഹാനായ താജുൽ ഉലമ, സമസ്ത എന്ന അജയ്യമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രസിഡന്റായും അരനൂറ്റാണ്ടുകാലം വെളിച്ചം നൽകിയ മഹാനായ താജുൽ ഉലമ എല്ലാം അല്ലാഹു പാരത്രിക വിജയത്തിന് വലിയ ദറജകൾക്ക് കാരണമായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. 22 ആത്മീയ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുമായി ബന്ധം പുലർത്തി ഇതിന്റെ എല്ലാ ഔറാദുകളും വളീഫകളും മുറതെറ്റാതെ നിർവഹിച്ചുകൊണ്ട് ഇബാദത്തിന്റെ ആളുരൂപമായി ഏതു കാലത്തും ഏതു സമയത്തും ഇതൊക്കെ നടക്കും എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തന്ന മഹാനായ താജുൽ ഉലമ, അവിടുത്തെ ദുആഇന്റെ വചനങ്ങളിൽ നമ്മൾ പലപ്പോഴായി കേട്ടുവന്നതുപോലെ وإلى حضرات مشايخ الطريقة القادرية والرفاعية والنقشبندية والشاذلية والطبقاتية والسهروردية والشطارية والعيدروسية والقلندرية والبعلوية ബഹുമാനപ്പെട്ടവരുടെ ആ ഒരു പദപ്രയോഗങ്ങൾ അത് മുഴുവനും ആ മഹാന് തുടർച്ചയുള്ള വിശുദ്ധ വഴികളാണ്. അതെല്ലാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുതൽ പൂർവ്വസൂരികളായ പ്രപിതാക്കളായ മുഴുവൻ മഹാന്മാരുമായി എന്നും ബന്ധപ്പെടാനുള്ള കണ്ണികളാണ്. അതെല്ലാം ജീവിതത്തിൽ ഒരു നിമിഷം പോലും മറന്നുപോകാതെ വിട്ടൊഴിഞ്ഞു പോകാതെ എവിടെയും താളഭംഗം വന്നു ചേരാതെ നിലനിർത്തിയ ഒരു യുഗത്തിന്റെ വെളിച്ചമായി നിറഞ്ഞു നിന്ന ആളാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലുൽ അഅ്മാൽ, അല്ലാഹു പ്രതിഫലം തരുന്ന ഏറ്റവും വലിയ അമൽ മാ ദാവമ അലൈഹി സ്വാഹിബുഹു,
നിരന്തരം പതിവാക്കി ചിട്ടയോടെ കൊണ്ടു നടക്കുന്ന അമലുകളാണെന്ന് ഖാല റസൂലുള്ളാഹി. അത് തന്നെയാണ് ഏറ്റവും സ്വീകാര്യമായ അമൽ, പ്രതിഫലം കിട്ടുന്ന അമൽ, ഓരോ ദിവസവും വീണ്ടും വീണ്ടും പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അമൽ. അതിന് പറയുന്ന പേരാണ് റാത്തിബ് അല്ലെങ്കിൽ റാത്തീബ്. അതിന് പറയുന്ന പേരാണ് വിർദ് അല്ലെങ്കിൽ ഔറാദ്. ഇതിനെല്ലാം കൂടി തെളിവ് തെരഞ്ഞു നോക്കിയിട്ട് വെറുതെ ആളുകൾ ഇരുട്ടത്ത് പൂച്ചയെ അന്വേഷിക്കുന്ന പരിപാടിയുണ്ട്. കണ്ണ് കാണാത്തതാണ് കുഴപ്പം. ഇക്ലഫൂ ലി അൻഫുസികും മാ തുതീഖൂൻ, സ്വഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഓർമ്മിപ്പിക്കും, നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കൈമുതൽ എല്ലാവരും കൊണ്ട് നടക്കും. അങ്ങാടിയിൽ ഒരു കച്ചവടക്കാരന് കഴിയുന്നതല്ല ഒരു മദ്രസയിലെ ഉസ്താദിന് സാധിക്കുക. ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കുന്നതല്ല ഒരു സ്വർണ്ണ വ്യാപാരിക്ക് സാധിക്കുക. ഒരു പച്ചക്കറി കച്ചവടക്കാരന് സാധിക്കുന്നതല്ല ഒരു ബസ്സിലെ കണ്ടക്ടർക്ക് സാധിക്കുക. ലി അൻഫുസികും, ഓരോരുത്തർക്കും സുന്നത്തായ അമലുകളിൽ നിന്ന് സാധിക്കുന്ന ചിലതെല്ലാം കണ്ടുപിടിച്ച് ഒരു പതിവായ ചിട്ടയായി നിഷ്ഠയായി തെറ്റിപ്പോകാതെ കൊണ്ടു നടന്നാൽ മാ തുതീഖൂൻ, ഓരോരുത്തർക്കും താഖത്തനുസരിച്ച് കൊണ്ടു നടക്കണേ. സ്വർഗപ്രവേശനത്തിന് എളുപ്പവഴിയായി ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തന്നെയാണ് വിർദ്, അത് തന്നെയാണ് ഔറാദ്, അത് തന്നെയാണ് റാത്തിബ്, അത് തന്നെയാണ് റാത്തീബ്. ഏറ്റവും പ്രതിഫലമുള്ള ഈ പ്രവർത്തനത്തെ നമ്മോട് ശുപാർശ ചെയ്യുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഭാവത്തിൽ താജുൽ ഉലമക്ക് ഒരുപാടും സമ്പാദ്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന വിർദ് പ്രതിദിനം തന്നെ ആകണമെന്നില്ല. ചിലതൊക്കെ ആഴ്ചകളിലുള്ളതാണ്, ചിലക്ക് പലപ്പോഴും മാസങ്ങളിൽ മാത്രം സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും ഒരു സ്വലാത്തു തസ്ബീഹ് സാധിക്കുമോ? എല്ലാവർക്കൊന്നും സാധിക്കില്ല, അപൂർവമാണ്. ആഴ്ചയിലൊന്നും അങ്ങനെയൊക്കെ സാധിക്കുമെങ്കിൽ അതും വിർദ് തന്നെയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉംറ എല്ലാ ദിവസവും സാധിക്കുമോ? പ്രയാസമാണ്. മാസത്തിലൊന്ന് പ്രവാസികൾക്കെങ്കിലൊക്കെ സാധിക്കാൻ സാഹചര്യമുണ്ട്. അതിനും വിർദ് എന്ന് തന്നെയാണ് പറയുക. ആ അമലിന് എല്ലാ അർത്ഥത്തിലും അതിന് പ്രഖ്യാപിക്കപ്പെട്ട പ്രതിഫലങ്ങൾക്ക് കൂടെ അത് പതിവായി വർദ്ധിപ്പിച്ച് വീണ്ടും 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 അങ്ങനെ അങ്ങ് വരുമ്പോൾ വലിയ പ്രതിഫലം അതുകൊണ്ട് വന്നു ചേരുകയാണ്. മഹാനായ താജുൽ ഉലമ 50 ആണ്ട് വിശുദ്ധ നാടുകളിൽ ചെലവഴിച്ചു. നല്ല മാസങ്ങൾ തന്നെ തെരഞ്ഞു നോക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയിട്ടുള്ള കടാക്ഷം 4 അയലത്ത് പോലും എത്താൻ കൂടൊക്കെ ആർക്കും സാധിക്കില്ല എന്നതാണ് അതിന്റെ സത്യം. പരിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ റമളാൻ മാസം കണ്ടു എന്നറിയുന്ന ആ സമയത്ത് താജുൽ ഉലമ അവിടെ ഇടം നേടി. ശവ്വാൽ മാസം കണ്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രം പുറത്തു വരുന്നു. അതിനെ ക്ലിപ്പാക്കണ്ട, അതിനിടയിൽ ബാത്റൂമിലൊക്കെ പോകും. അങ്ങനെയാണ് ഇഅ്തികാഫിന്റെ മസ്അല. അത് പരിചയമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ആ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധദേഹം പടച്ചവന്റെ കഅബാലയം നോക്കി നിന്ന് ഇങ്ങനെ ഓതാൻ. പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ഖത്മുകൾ അതോടൊപ്പം യാ അല്ലാഹു ജല്ല ജലാലുഹു 1,00,000 തവണ, യാ റഹ്മാനു ജല്ല ജലാലുഹു 1,00,000 തവണ, യാ റഹീമു ജല്ല ജലാലുഹു 1,00,000 തവണ, യാ മലികു യാ ഖുദ്ദൂസു മുഴുവൻ അസ്മാഉൽ ഹുസ്നയും അതും ഓരോന്ന് ജല്ല ജലാലു ചേർത്തിട്ട് ലക്ഷക്കണക്കിന് ചൊല്ലിത്തീർത്തിട്ട് അസ്മാഉൽ ഹുസ്നയുടെ റിയാദ വീടിയ ഒരു റമളാനിലല്ല, ഒരുപാട് റമളാനുകളിൽ അതിന് സമയം കണ്ടെത്തിയ, ഒരുപാട് ദുൽഹജ്ജ് മാസങ്ങളിൽ ആ കാര്യം നിർവഹിച്ച മഹാനായ താജുൽ ഉലമ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ ചില സുന്ദരൻ അഭിധാനങ്ങളുണ്ട്, അതും വെച്ച് വേണം നിങ്ങൾ ദുആ ചെയ്യാനെന്ന് പരിശുദ്ധ ഖുർആൻ. അത് കൈമുതലായിട്ടുള്ള മഹാനാണ് താജുൽ ഉലമ. അല്ലാഹു അവിടത്തേക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ പ്രതിഫലനങ്ങൾ കാലാകാലം കാവലായി നമ്മുടെ സമൂഹത്തിലും അല്ലാഹു നിലനിർത്തി തരട്ടെ. മൻ വാളബ അലൈഹാ ദഖലൽ ജന്ന, അത് പതിവാക്കിയ ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാത്മാവിനോടൊപ്പം സ്വർഗലോകത്ത് ഒത്തുചേരാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അൻത മഅ മൻ അഹ്ബബ്ത
നീ ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് നിന്റെ പരലോകത്തെ ഇരിപ്പിടമെന്ന് കള്ളം പറയാത്ത നേതാവ് സ്വാദിഖുൽ മസ്ദൂഖ് അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് തെറി പറയുന്നവരെ ഇഷ്ടമല്ല, വിഴുപ്പലക്കുന്നവരെ ഇഷ്ടമല്ല, തെരുവിലെ ആഭാസത്തിന്റെ പ്രസംഗം നടത്തി ആളാകുന്നവരെ ഇഷ്ടമല്ല. 30 ചില്ലിക്കാശിന് വേണ്ടി ജൂദാസ് ഇസ്കാരിയത്ത് ചെയ്ത അന്നത്തെ പ്രവർത്തനങ്ങൾ സുബ്ഹാന റബ്ബി ഈ സമൂഹത്തിൽ പല രൂപത്തിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത് കണ്ട് മാലോകരമ്പരക്കുകയാണ്. അതും ചിലർക്ക് അലങ്കാരമാണ്. ആ അലങ്കാരം പലരും അഹങ്കാരമായി കൊണ്ടു നടന്നിട്ട് നഗരികൾ മലീമസപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സാധാരണക്കാർ പോലും മൂക്കത്ത് വിരൽ വെക്കുകയാണ്. നാം സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, നാം മഹാന്മാരെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു, നാം അവരിൽ നിന്ന് നല്ലത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ വലിയ മഹത്തുക്കളെ മുഖത്തും നോക്കി നിൽക്കാൻ, അവരെ ദുആഇന് ആമീൻ പറയാൻ, അവരെ വാദിന്റെ മജ്ലിസിൽ പോയി ഇരിക്കാൻ, അവരോടൊപ്പം ആ മഹാത്മാക്കളുടെ സ്നേഹം നേടാൻ, അതിനെല്ലാമുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. വളരെ പെണ്ടെ ഈ മഹാത്മാവിനെ സ്വാലിഹീങ്ങൾ തിരിച്ചറിയാം. ആ രൂപത്തിൽ ലോകത്തിന് പലരും പരിചയപ്പെടുത്തുകയാണ്. മംഗലാപുരത്ത് 40 വർഷം മുമ്പ് മജ്ദൂബായ ഒരു അറബി വലിയ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാഹിബു ഹാലിൻ, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ മജ്ദൂബ് എന്ന സ്വഭാവത്തിൽ പല മഹാന്മാരും ഉണ്ട്. അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പോലും ധാരാളം സൂചനകളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹിസ്സലാമിനെ പിന്തുടർന്ന് ചോദിച്ച് കാര്യം മനസ്സിലാക്കുകയാണ്. ദൂരെ നിന്ന് ഫോട്ടോ പിടിച്ച് കാര്യം അടിക്കുറിപ്പ് തയ്യാറാക്കുകയല്ല. സാഹിബു ഹാലി പലതും ചോദിച്ചു പഠിഞ്ഞ് വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാനുള്ളതാണ്. ആ വലിയനെ കാണാൻ മംഗലാപുരത്ത് അന്ന് എത്തിച്ചേർന്ന ആമ്മത്തൻ വഹാസ്ഫത്തൻ, സാധാരണക്കാരും അല്ലാത്തവരും. കൂട്ടത്തിൽ വെളിമുക്ക് അവറാൻ മുസ്ലിയാർ, കാസർഗോഡിന്റെ പഴയ ഖാദി തിരുമനസ്, ഒരുപാട് മഹല്ലുകളുടെ ഖാദിസ്ഥാൻ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ഗുരു കൂടിയായ അവറാൻ മുസ്ലിയാർ ഈ വലിയനെ കാണാനെത്തിയപ്പോൾ ആ വലിയന്റെ പ്രകൃതം പെട്ടെന്നെന്തോ ഒരു രൂപത്തിൽ ആ വലിയ ഈ അവറാൻ മുസ്ലിയാരെ തല്ലുകയാണ്. ഒരാളെ വേദനിപ്പിക്കാനുള്ള തല്ലാണെങ്കിൽ അത് പുറത്തോ കൈ വീശിക്കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ അത് നന്നായി വേദനിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കിട്ടുക. പക്ഷെ ഈ വലിയ തല്ലുന്നത് നെഞ്ചിലിങ്ങനെയാണ്, തലയ്ക്ക് തള്ളിക്കൊണ്ടുള്ള തല്ലാണ്. ഇതൊരു പ്രത്യേക ശൈലിയായി തോന്നിയിട്ട് ബഹുമാനപ്പെട്ട അവറാൻ മുസ്ലിയാർ ഇത് ചിരിച്ചു തള്ളുന്നു. ഇതെനിക്ക് ഉപയോഗപ്പെടും എന്ന് അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറയുന്നു. അവറാൻ മുസ്ലിയാർ ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത്. മദ്രാസിലെ അടയാറിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഹാദിമായി ഉണ്ടായിരുന്ന സമസ്ത മുശാവറ അംഗം വെളിമുക്ക് കൂമണ്ണകെട്ടി മുഹമ്മദ് മുസ്ലിയാർ എന്നോട് അനുഭവം പറയുന്നു. അവറാൻ മുസ്ലിയാർക്ക് നെഞ്ചിലും ക്യാൻസറാണ്, തലയ്ക്കും ക്യാൻസറാണ്. 2 ഭാഗത്തും വേദനയില്ല, ദുർഗന്ധമില്ല. രോഗം വലുതാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്, ചികിത്സിക്കുന്നുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ ചികിത്സയൊക്കെ സ്വീകരിക്കാൻ അവർ പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട അവറാൻ മുസ്ലിയാർ താമസിച്ച് അവിടെ കിടന്നു കൊടുക്കുന്നുണ്ട്. മൂപ്പർക്ക് നിസ്കാരം നടക്കുന്നു, നോമ്പ് നടക്കുന്നു, ചിരിക്കുന്നു, പ്രയാസമൊന്നുമില്ല. അവറാൻ മുസ്ലിയാർ എന്ന് പരിചയപ്പെടുത്തുന്നത് അന്നത്തെ ആ അടി ഇപ്പെന്തിനാന്ന് എനിക്ക് മനസ്സിലായി എന്ന സ്വഭാവത്തിലാണ്. അന്ന് അവറാൻ മുസ്ലിയാർ ഇറങ്ങിപ്പോയ ശേഷം ആ വലിയനെ കാണാൻ പിന്നീട് എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവർകളാണ്. അപ്പോൾ തന്നെ പലരും ചിലപ്പോഴൊക്കെ പ്രയാസപ്പെട്ടു. താജുൽ ഉലമയും ഗൗരവത്തിന്റെ പ്രകൃതമാണ്. ചിലപ്പോൾ ജലാലത്തിന്റെ ആ സ്വഭാവം ഈ സയ്യിദുമായി എങ്ങനെ ഈ വലിയുമായി എങ്ങനെ ഒത്തുപോകുമെന്നൊരു സങ്കടം പോലെ. പക്ഷേ ആ വലിയ ബഹുമാനപ്പെട്ട തങ്ങളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് മുത്തം കൊടുത്ത് സ്വീകരിക്കുകയാണ്, ബെഡിലിരുത്തുകയാണ്. അവർ രണ്ടുപേരും സ്ഫുടമായ അറബിയിൽ കുറച്ചുനേരം സംസാരിക്കുകയാണ്. ഒടുവിൽ കൈപിടിച്ച് അങ്ങുമിങ്ങും പൊരുത്തം വാങ്ങി ദുആ ചെയ്യിപ്പിച്ച് അവർ വേർപിരിഞ്ഞു പോവുകയാണ്. തങ്ങളവർകൾ കൈവീശി കാറിൽ കടന്നുപോയപ്പോൾ കൂടെയുള്ളവരോട് അന്നത്തെ മജ്ദൂബായ വലിയ പറഞ്ഞത്, എല്ലാവരും അംഗീകരിക്കുന്ന ആ നല്ല മഹാത്മാവ് പറഞ്ഞത്, മിൻ ഔലിയാ ഇല്ലാഹി ഹഖാ. മാറഞ്ചേരിയിൽ ദർസ് നടത്തുന്ന യൂസുഫ് ബാഖവി സാക്ഷി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അഹമ്മദ് അസ്ഹരി സാക്ഷി, ധാരാളം ആളുകൾ സാക്ഷികളായി ഇന്നും നമുക്കൊപ്പമുണ്ട്. കാലങ്ങൾക്ക് മുമ്പേ മഹാന്മാർ
ഈ വലിയ വ്യക്തിയെ വിലയിരുത്തിയവരാണ്, മനസ്സിലാക്കിയവരാണ്, നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളവരാണ്. സമസ്ത മുശാവറയുടെ മുന്നോടിയായി നേതാക്കൾ മാത്രം കൂടിയിരിക്കുന്ന ഒരു ചെറിയ സദസ്സ്. അതിനുശേഷം മുശാവറ ഹാളിലേക്ക് നേതാക്കൾ കയറി വരുമ്പോ ഉസ്താദ് കൂടിയായ ശംസുൽ ഉലമ പിന്നിലാണ്, മഹാനായ താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ മുന്നിലാണ്. ബഹുമാനത്തോടെയാണ് അവരെല്ലാം താജുൽ ഉലമയെ പണ്ടേ കണ്ടിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ആരോടാണ് എന്ന് ഉള്ളാൾ തങ്ങളോട് ചോദിച്ചപ്പോൾ പണ്ടും എപ്പോഴും ഏതു കാലത്തും പറയുന്ന മറുപടി കണ്ണിയൻ മുസ്ലിയാർ എന്നാണ്. പ്രിയപ്പെട്ടവർ വളരെ സ്നേഹത്തോടെ കണ്ണിയത്ത് ഉസ്താദിനെ വിളിക്കുന്ന വിളിയാണത്. ആ രൂപത്തിൽ സ്നേഹത്തിന്റെ പാശം അവർക്കിടയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് കാസർഗോഡ് ജാമിഅ സഅദിയയുടെ വൈസ് പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ കല്ലക്കട്ട. അദ്ദേഹം പറയുന്നു, പലതവണ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് മഹാനായ താജുൽ ഉലമയുടെ ചെരിപ്പ് കുനിഞ്ഞു നിന്ന് ഊന്നുവടിയിൽ ഊന്നി നിന്ന് ആ ചെരുപ്പ് നന്നാക്കി കൊടുക്കുന്ന, നേരെ വെച്ചു കൊടുക്കുന്ന മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ. ആ സയ്യിദിന്റെ സ്ഥാനം അമലുകൊണ്ട് നേടിയതാണ്, ഇൽമു കൊണ്ട് നേടിയതാണ്. അള്ളാഹു അവിടത്തേക്ക് നൽകിയിട്ടുള്ള ജലാലത്ത് കഴിഞ്ഞ തലമുറ ആ രൂപത്തിൽ മനസ്സിലാക്കിയതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പാൽക്കടൽ പോലെ പരന്നൊഴുകിയ സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനം താജുൽ ഉലമയാണ് അധ്യക്ഷപ്രസംഗം നടത്തുന്നത്. എറണാകുളം സമ്മേളനം താജുൽ ഉലമയാണ് അധ്യക്ഷപ്രസംഗം നടത്തുന്നത്. ധർമ്മപുരി സമ്മേളനം താജുൽ ഉലമയാണ് അധ്യക്ഷപ്രസംഗം നടത്തുന്നത്. കാലം കാത്തുവച്ച ഈ നൂറ്റാണ്ടിന് പടച്ചവെന്ന വരദാനമാണ് ആ വലിയ വ്യക്തിത്വം. അത് നേതൃപരമായ ചില ജാടകളായിരുന്നില്ല. ജീവിതം മുഴുവനും വിശുദ്ധ ഇസ്ലാമിന് സമർപ്പിച്ച് ആ രൂപത്തിൽ ചൈതന്യം ജീവിതത്തിൽ ആവാഹിച്ച് ആവുന്നത്ര എല്ലാവർക്കും നൽകിയ മഹാനായ താജുൽ ഉലമ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ നിങ്ങളെ പ്രസിഡന്റാക്കിയത് വേറെ ആരുമല്ല, ഞാനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ തന്നെ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. UK മജീദ് മുസ്ലിയാരെ പോലെ ഒരുപാട് പേർ അത് കേട്ട സാക്ഷികളായി നമ്മോടൊപ്പമുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബേ, ആ മഹത്തുക്കൾ പലരും നമ്മോട് വിട പറഞ്ഞു പോയി. അവർക്കെല്ലാം അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ആ വലിയ കൂട്ടായ്മയിൽ റഹ്മാനായ റബ്ബ് ദീനിന്റെ ഖിദ്മത്തോടെ ഇനിയും മുന്നോട്ടു പോകാൻ നമുക്കെല്ലാം റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, സബഖൽ മുഫ്രിദൂൻ, മുഫ്രിദൂൻ അക്കൂട്ടർ വിജയിച്ചുപോയി, വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടുപോയി എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആലോചിക്കണം. ഒറ്റ വാക്കിൽ പറയാൻ പ്രയാസമാണ്. പല ആളുകളും ആൾത്തിരക്കുണ്ടാകുമ്പോൾ ഭാവപ്പകർച്ചകൾ വന്നു ചേരുന്നവരാണ്. ഒരു സമ്മേളനത്തിന്റെ ഉത്തരവാദിത്തമുള്ള വളണ്ടിയർ ആകുമ്പോൾ അന്ന് പലപ്പോഴും നിസ്കാരം ജമാഅത്തിൽ നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ റവാത്തിബ് മുടങ്ങിപ്പോകാൻ സാധ്യത. നിസ്കാരമൊക്കെ നടന്നാലും അതിനിടയിലുള്ള ദിക്റ് ദുആ ഒക്കെ മുടങ്ങിപ്പോകും. പരക്കം പായുന്നവരാണ് പലരും. വീട്ടിലൊരു വിവാഹമോ മറ്റോ നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അന്നത്തെ പാരവശ്യം. അന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അവസാനം തളരുമ്പോ എന്തോ കുടിച്ച് എന്തോ വിഴുങ്ങി ഒപ്പിച്ചൊക്കെ ഈ രൂപത്തിൽ സായിപ്പിനെ കാണുമ്പോഴേക്ക് കവാടത്തെ മറന്നുപോകുന്നവർ, ഒച്ചപ്പാടുകളുടെ ആരവങ്ങളിൽ വിഷയങ്ങൾ പോകുന്നവർ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ വേറെ ചിലർ അങ്ങനെയല്ല. അവരാണ് അൽ മുഫ്രിദൂൻ. അവരുടെ അവസ്ഥ എന്താണ്? ആൾക്കൂട്ടത്തിൽ തനിയെ എത്ര ആളുണ്ടെങ്കിലും അവർ ഒറ്റക്കാൾ, അവർക്ക് നടക്കുന്നതൊക്കെ നടക്കും. ഒറ്റയാൾ പട്ടാളം, അവർക്ക് ഹിമ്മത്താണ്, അവരെ കാര്യമൊക്കെ നടക്കും. മഹാനായ താജുൽ ഉലമ എന്നും 8 റക്അത്ത് ദുഹാ നിസ്കാരം, അതും നിന്നു തന്നെ വേണമെന്ന് നിർബന്ധം. കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോഴും അങ്ങനെ. പേരക്കുട്ടികളുടെ കല്യാണമാണ്, പേരക്കുട്ടികളുടെ വിവാഹമാണ്, അപ്പോഴും അങ്ങനെ. ഭാര്യ മരിച്ചു കിടക്കുകയാണ്, അപ്പോഴും അങ്ങനെ. അന്നും ആ നിസ്കാരം മുടങ്ങുകയില്ല. എന്നും വിത്ർ നിസ്കാരം 11 റക്അത്ത്, അതൊക്കെ നിന്ന് തന്നെ നിർവഹിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി പണ്ട് വിത്ർ നിസ്കരിക്കുമ്പോൾ ഓതിയ വാരിദായ സൂറത്തുകൾ തേടിപ്പിടിച്ച് തന്നെ ഓതണം. സബഖൽ മുഫ്രിദൂൻ, അതിനൊക്കെ നേരം കിട്ടും.
അതിനൊക്കെ സമയമുണ്ടാവും, അതിനൊക്കെ മനസ്സാക്ഷി, അതിനൊക്കെ ഹിമ്മത്ത്, അതെല്ലാം ഉണ്ടായിരുന്നു. അതാണ് ഈ മഹാമനുഷ്യന്റെ സ്വഭാവം. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചിലതൊക്കെ വേണമെന്ന് ആദ്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് പടച്ചവൻ 100 മാർക്ക് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് നടപ്പാക്കുമ്പോൾ വീണ്ടും മാർക്ക് കൂടി ഏറി വരികയാണ്. നേരത്തെ തീരുമാനിച്ചൊരു തീരുമാനമുണ്ട്, ആര് പറഞ്ഞു നടക്കൂല? നടക്കുമല്ലോ, നടത്തുമല്ലോ. ഈ രൂപത്തിൽ ഇവിടുന്ന് സ്വന്തം ജീവിതത്തിലെടുത്ത ഒരുപാട് തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടന്നപ്പോൾ ഇതെല്ലാം അവിടത്തേക്ക് നടക്കുമായിരുന്നു. മാസത്തിൽ ചെയ്തു തീർക്കാനുള്ള ഔറാദുകൾ, വർഷത്തിൽ ചെയ്യുന്ന ഔറാദുകൾ, ഇതെല്ലാം പൂർത്തിയാക്കിയ അമലുകൾ കൊണ്ട് ജീവിതം നിറച്ചു ആ രൂപത്തിൽ കടന്നുപോയ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ആരിഫായ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ മഹാനവർകൾ പറഞ്ഞൊരു പദപ്രയോഗം ഞാനിവിടെ ആവർത്തിക്കുന്നു. അത് പ്രാർത്ഥനാപൂർവമായ വാക്കാണ്, വെറും പ്രഖ്യാപനമല്ല. അത് സുന്നികൾക്ക് മനസ്സിലാക്കി, അല്ലാത്തവർ വിശദീകരണം ചോദിക്കണ്ട. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറഞ്ഞു, ഉള്ള ആള് തങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇതൊരു പ്രാർത്ഥനാപൂർവമുള്ള വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. ഉള്ളാൾ തങ്ങൾ തന്നെ എത്രയോ അത്തരം വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അനക്ക് സൂക്കേടില്ലടോ, ഇത് സുഖം ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ കുറിപ്പടികൾ നിഷേധിക്കുകയല്ല. മുഅ്മിനീങ്ങളിൽ ചിലർ ലൗ അഖ്സമ, മനസ്സറിഞ്ഞ് പടച്ചവനെ ഉൾക്കൊണ്ടൊരു വാക്കവര് പറഞ്ഞാൽ ലാ ബർറ, ഉടയ തമ്പുരാനത് സാക്ഷാത്കരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അനക്ക് സൂക്കേടില്ലടോ, പറഞ്ഞാൽ പറഞ്ഞ പോലെ സംഭവിക്കും. ആയിരക്കണക്കിന് അനുഭവങ്ങൾ. ഇതുപോലൊരു വാക്ക് ബഹുമാനപ്പെട്ട മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറയുകയാണ്. ആ മഹത്തുക്കൾക്ക് സ്വർഗലോകത്ത് അവരോടൊപ്പം കൂടാൻ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിലമ്പൂരിലെ മിഖ്ദാദ് ബാഖവി ചുങ്കത്തറ സ്വദേശി 2 തവണ അറ്റാക്കുണ്ടായി. കൊച്ചുമക്കൾ, വലിയ ബാധ്യതകൾ, പെൺമക്കളുടെ വിവാഹം, ചങ്കുതകരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോണത് ഉള്ളാൾ തങ്ങളുടെ മുമ്പിലേക്ക്. ഖുദാദ് ബാഖവിക്ക് 50 വയസ്സേ ഉള്ളൂ. താജുൽ ഉലമക്ക് അന്ന് 85 വയസ്സാണ്. ഇരിക്കടോ, ഇരുന്നു. നീ മുദരിസല്ലേ, നീ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോയാൽ പറ്റും? എനിക്ക് സുഖോടൊന്നുമില്ല, പോയിക്കോ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ ആ വാക്ക് പറഞ്ഞു. ഇന്നും ആ പ്രയാസമില്ല ഖുദാദ് ബാഖവിക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഈ ഉമ്മത്തിൽ വിട്ടേച്ചു പോയ അവിടുത്തെ പൊന്നുമക്കൾ ഇതുപോലൊക്കെയുള്ള ഗുണം പ്രകടമാകും. ചേലേമ്പ്രയിലെ പുല്ലിപ്പറമ്പ് ഹനീഫ ഹാജി അമുസ്ലിമായ ഒരു ആശാരിയുടെ കഥ പറയും. താജുൽ ഉലമയുടെ വീട്ടിൽ ആ ആശാരി പണിയെടുക്കുക. അദ്ദേഹം പറഞ്ഞു, തങ്ങളെ നാട്ടിൽ പണിയില്ലാഞ്ഞിട്ടല്ല ഞാനിവിടേക്ക് വരുന്നത്. പിന്നെ നീ എന്തിനു വരുന്നതാടോ? അത് ഒരു സമയം പോലൊരു കാര്യം പറയാൻ. പറഞ്ഞോടോ. എനിക്ക് എൻ്റെ ഒരു മോന് മിണ്ടൂല, എല്ലാ പണിയും നോക്കി, ഒന്നും നടക്കുന്നില്ല. ആകെ നോറ്റ് കിട്ടി ഒറ്റ കുട്ടി, ഇത് മാത്രം ഉണ്ടെന്നില്ല. നീ നല്ലോണം പണിയെടുക്കും, ഞാൻ നല്ലോണം പൈസയും തരും, നീ പേടിക്കണ്ട. എന്റെ കുട്ടി മുണ്ടോടോ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ സുബ്ഹാനല്ലാഹ്. എട്ടിക്കുളത്ത് പലരും വന്നില്ല, ആ മനുഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എട്ടിക്കുളത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേർന്നു. തിരക്കുകൊണ്ട് പലർക്കും കാണാൻ പറ്റിയില്ല. അദ്ദേഹം കണ്ടില്ല, പലരും കണ്ടില്ല, തിരിച്ചു പോന്നു. കുറെ ആളുകൾ കാണുകയും ചെയ്തു. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖീഹ് തങ്ങൾ മക്കയിൽ മരിച്ചു. നമുക്ക് ഓർമ്മയുണ്ട്, പണ്ടത്തെ കഥയാണ്. ബാഫഖീഹ് തങ്ങൾ മക്കയിൽ മരിച്ചതിനെക്കുറിച്ച് പണ്ടത്തെ ആളുകൾ, പണ്ഡിതന്മാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഇവിടത്തെ റീത്തും ഇവിടത്തെ പൂമാലയും ഇവിടത്തെ അഭിവാദ്യങ്ങളും ഇവിടത്തെ ആചാരവടികളും വേണ്ട വേണ്ട വേണ്ട. മക്കയിൽ മരിക്കുന്നു ബഹുമാനപ്പെട്ട ബാഫഖീഹ് തങ്ങൾ. ബഹുമാനപ്പെട്ട ബാഫഖീഹ് തങ്ങൾ മഹാനാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ഒറ്റ വാക്ക്, ലം യറഹു കാഫിറുൻ അസ്ലാ. ലം യറഹു കാഫിറുൻ അസ്ലാ. കാണേണ്ട ആളുകളെ ഞങ്ങളവർകളെ കണ്ടു. അൽഹംദുലില്ലാഹ്. ആ മഹാജനാസയെക്കുറിച്ച് പൊനിവാസം പറഞ്ഞു കൂട്ടിയ ആളുകളുണ്ട്. ഇവർക്ക് പണ്ടേ അതാണ് പണി. പല്ലുകുത്തി മണപ്പിക്കലാണ്, എന്തൊക്കെയോ വിട്ടിവേഷം കെട്ടലാണ്.
ആദ്യം പറഞ്ഞത് പിന്നെ ഓർമ്മയുണ്ടാവില്ല, പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. രണ്ടാം ഖുതുബ എപ്പോഴും ഒന്ന് തന്നെ. ഒരു വിഷയം പുതിയത് പറയാനുണ്ടാവും, പഴയ തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. പഴയതൊന്നും മറക്കാറില്ല, പുതിയതൊന്നും പഠിക്കാറില്ല. വയറ്റുപിഴപ്പിന് ഈ ഒരു വഴിയല്ലാതെ പടച്ചോൻ കൊടുത്തിട്ടില്ല. ഇനി സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളോ ചെലവുകളോ അതേക്കുറിച്ചുള്ള വേവലാതികളോ അതൊന്നും അവർക്കില്ല. ഇങ്ങനെ ഒരു ഖൗമു തഹ്താനായി സമാ, ആകാശത്തിന് ചുവട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടര് അധം പതിച്ചു പോകുന്നതിനെക്കുറിച്ച്, തരം താണു പോകുന്നതിനെക്കുറിച്ച് ലോകത്തിന്റെ മഹാഗുരു ഹബീബ് മുഹമ്മദ് മുസ്തഫ പണ്ട് ദീർഘദർശനം ചെയ്തത് നമ്മൾ കാണുക തന്നെ, കാണാതെ വയ്യ. രാഷ്ട്രീയക്കാര് പറയുന്നു നിങ്ങൾ അങ്ങനെ പറയല്ലേ, പൊതുജനം പറയും നിങ്ങൾ അങ്ങനെ പറഞ്ഞൂടല്ലേ, എല്ലാവരും പറയുന്നു. പക്ഷേ ഇവരങ്ങനെയല്ല. എന്തു ചെയ്യും? റഹ്മാനായ റബ്ബ് ഈ ഉമ്മത്തിലെ സാധാരണക്കാരെ കാക്കട്ടെ, പാവപ്പെട്ട സ്ത്രീജനങ്ങളെ പടച്ചവൻ കാക്കട്ടെ, ഒത്തും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളെ മദ്രസ വിദ്യാർത്ഥികൾ അല്ലാഹു കാക്കട്ടെ. അയാമലഹുമുല്ലാഹു ബിഅദ്ലിഹി, ഇവരൊക്കെ അർഹിക്കുന്ന നീതി എന്താ? പടച്ചവൻ അത് കൊടുത്തോട്ടെ എന്നല്ലാതെ അമ്മാതിരി വാക്കുകളൊന്നും ഈ വിശുദ്ധ വേദിയിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. യൂണിവേഴ്സിറ്റിക്കടുത്ത് നീരോൽപ്പലത്ത് ബഷീർ ഹാജി എന്നോട് പറയുന്നു, മൂത്തകുട്ടി +2 പഠിക്കുന്നു, പിന്നീട് ഭാര്യ ഒരിക്കലും ഗർഭിണിയായില്ല. ആ വിഷയം പറഞ്ഞ് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സമീപിച്ചു. താജുൽ ഉലമ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് ഭാനവർകളുടെ കയ്യിൽ ഒരു കക്കിരിയുടെ കഷ്ണമുണ്ട്, അതെനിക്ക് തന്നിട്ട് പറഞ്ഞു, കുൽ വദ്ഹബ്, തിന്നോ പോയിക്കോ, എനിക്ക് കുട്ടികളുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഭാര്യ ഗർഭിണിയാണ്, സന്തോഷമാണ്. മഹാനായ കാന്തപുരം ഉസ്താദിനോട് ആ വിഷയം പറഞ്ഞു, ഭാര്യ ഗർഭിണിയാണെന്ന കാര്യം. ജിദ്ദയിൽ കാന്തപുരം ഉസ്താദ് പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. എന്നും പരാതി പറഞ്ഞിട്ട് കാണാൻ ചെല്ലുന്ന എന്നെ സന്തോഷത്തോടെ കണ്ടതുകൊണ്ടാകണം. പത്രക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാന്തപുരം ഉസ്താദ് എന്നോട് പറഞ്ഞു, ആ സന്തോഷമുണ്ടല്ലേ. അത്രേ ഉസ്താദ് പറഞ്ഞുള്ളൂ എങ്കിൽ അത്ഭുതമല്ല. ഉസ്താദ് എന്നോട് പറഞ്ഞു, അത് പെൺകുട്ടിയാണ് മോനെ, പേര് ഫാത്തിമ അമ്ന എന്നിട്ടേക്ക്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അല്ലാഹു തൗഫീഖ് കൊടുത്ത ചില മഹാന്മാർ അല്ലാഹു കൊടുത്ത വെളിച്ചം കൊണ്ട് കാണുന്നവരാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുപോലെ ഇന്ന് ഈ പെൺകുട്ടി അതെന്റെ മോളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എനിക്ക് ആളെ കാണിച്ചു തരികയാണ്. ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഈ രൂപത്തിൽ പറയാൻ എത്ര മോമിനീങ്ങൾ ഉണ്ടാകും, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ കൊണ്ടൂർ ഉസ്താദ് മണലിപ്പുഴയിൽ അലി മുസ്ലിയാരോട് പറഞ്ഞൊരു വാക്ക്, അലി എന്റെ കയ്യിലൊന്നുമില്ലടോ. മഹാനായ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ റൗളാലയത്തിന്റെ മുറ്റത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ കണ്ണിൽ അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചു തന്ന നേതൃത്വമാണ് താജുൽ ഉലമയെന്ന് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. എന്നിട്ട് പറഞ്ഞു, ആ തങ്ങൾ പാപ്പ അറിയാതെ അദ്ദേഹത്തിന്റെ കാല് ഞാൻ എന്റെ മുഖത്ത് തട്ടിച്ചിട്ടുണ്ട്, അതിന്റെ വെളിച്ചം പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ്. ആ മഹാത്മാവിനെ അറിയാത്തവരാരുമില്ല, അതുകൊണ്ടുണ്ടായ ചൈതന്യം അറിയാത്തവരാരുമില്ല. പരിചയമുള്ളവരെമ്പാടും ഈ മഹാന്റെ ജലാലത്തുകൊണ്ട് സാധാ പ്രവർത്തകർക്ക് ചേലപ്പാടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അടുത്തറിഞ്ഞവർ, ഉൾക്കൊണ്ടവർ, മനസ്സിലാക്കിയവർ, വിലയിരുത്തിയവർ ഒരുപാട് ആ വിഷയങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. ആ മഹത്തുക്കളുടെ പിന്നാലെ നമ്മൾ എന്തിനൊരുമിച്ചുകൂടി? അന്തമഅമൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണ് നീ പരലോകത്തുനിന്ന് ഹബീബ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി. അതുകൊണ്ട് പടച്ച തമ്പുരാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പ്രവർത്തനങ്ങൾ അത്യാവശ്യമായിരുന്നില്ലേ, അനിവാര്യമായിരുന്നില്ലേ? 100%. അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇറങ്ങിപ്പോന്നതാണോ തങ്ങൾ പറയുന്ന വാക്ക്? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അതെന്തിനായിരുന്നുവെന്ന് കാലം വിലയിരുത്തണം. ഇപ്പൊ ഞാൻ പറയുന്നു, റബീഉൽ ആഖിർ മാസമാണ്, റബീഉൽ അവ്വൽ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ മീലാദ് പരിപാടികൾ. അൽഹംദുലില്ലാഹ് എപ്പോഴും പല രൂപത്തിൽ നടക്കുന്നു. എല്ലാം കബൂലാക്കട്ടെ. 30 കൊല്ലം മുമ്പുള്ള അവസ്ഥ അറിയോ? അന്ന് മീലാദ് വാർത്തകൾ ഒരു പത്രത്തിലും പ്രസിദ്ധീകരിക്കൂല. മുസ്ലിം സമുദായത്തിന് 2 പത്രങ്ങളുണ്ടെന്ന്.
ഉന്തി നീങ്ങുന്ന അശോകപുരത്തെ ഒരു പാവപ്പെട്ട പത്രവും ഇവിടെ ഇല്ല. അപ്പുറത്ത് തലശ്ശേരിയിൽ ഉദയം കൊണ്ട് കോഴിക്കോട്ട് വന്നുകൂടിയ മറ്റേ പത്രവും. ഈ രണ്ട് പത്രങ്ങളിൽ ആദ്യം പറഞ്ഞ പത്രത്തിൽ കുറച്ചൊക്കെ ഉണ്ടാവും നബിദിന വാർത്തകൾ, രണ്ടാമത്തെ ഇതില്ല. രണ്ടാമത്തത് ആദ്യം പറയേണ്ടിയിരുന്നു, അതിന്റെ വലുപ്പവും കനവും ഒക്കെ അങ്ങനെയാണ്. പത്രത്തിൽ നബിദിന വാർത്തകളില്ല. മലപ്പുറം ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മഹാനായ KK അബൂബക്കർ ഹസ്രത്ത് അവരുടെ നേതൃത്വത്തിൽ അധ്യക്ഷ പദവിയിൽ യോഗം കൂടി. വേങ്ങര ശേറൂർ MM ബഷീർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ യോഗം കൂടിയിട്ട് തീരുമാനിച്ചു, ഇക്കൊല്ലം നബിദിനം ഉഷാറാക്കണം. മദ്രസകൾ അതുകൊണ്ട് മുന്നോട്ട് വരണം, മുഅല്ലിമീങ്ങൾ ഉണരണം, മഹല്ല് നേതൃത്വം അതിനെല്ലാ സഹകരണവും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനം ഉഷാറാക്കാൻ ഒരു കൊല്ലത്തിലെടുത്തൊരു തീരുമാനം. ആ തീരുമാനം കടലാസിൽ എഴുതിയിട്ട് മലപ്പുറം കുന്നുമ്മൽ പത്രത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് നേതാക്കന്മാര് തന്നെയാണ്. ആ ഓഫീസിൽ അവിടെ മൂലക്കിരുന്ന ഒരു ഊശാന്താടി പറഞ്ഞു, നബിദിനാഘോഷം ശിർക്കാണ്. ദോനാണല്ലോ തീരുമാനിക്കുന്നത്. വളരെ അനുനയത്തോടെ സംസാരിച്ച ഈ ആലിമ്യങ്ങളോട് ഇവൻ പറഞ്ഞു, ഈ വിഷയത്തിൽ സമുദായത്തിൽ ഒരഭിപ്രായമല്ല പല അഭിപ്രായമുണ്ട്, അതുകൊണ്ട് ഇത് പത്രത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ആ മഹാന്മാരെ മുമ്പിൽ വെച്ചത് കീറി കൊട്ടയിലിട്ടുവാൻ. അവഹേളനത്തിന്റെ ആ അധ്യായങ്ങൾ പഴയ തലമുറക്ക് ഓർമ്മയുണ്ടാകും. വോട്ട് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ട ഈ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട പാരമ്പര്യ വിശ്വാസികളുടെ വേദന നമ്മൾ കാണേണ്ട വിഷയമാണ്. അന്ന് ജാതി ഒന്നേ ഉള്ളൂ, പാർട്ടി ഒന്നേ ഉള്ളൂ, ഗ്രൂപ്പ് ഒന്നേ ഉള്ളൂ. പക്ഷേ നബിദിനാഘോഷം പത്രത്തിൽ വന്നൂടാ. അങ്ങനെയായിരുന്നു പലരുടെയും തീരുമാനം. വഹാബിയുടെ സമ്മേളനം വെണ്ടക്ക വലിപ്പത്തിൽ പോരാഞ്ഞിട്ട്, ഒലക്ക മുക്കി എഴുതിയിട്ട് പോരാഞ്ഞിട്ട് ആനക്കാൽ വലിപ്പത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കാലമാണ്. നബിദിനാഘോഷം പത്രത്തിൽ കൊടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ് അന്നത്തെ പോളിസി. ആ അവഹേളനത്തിൽ നിന്ന് തത്തുല്യമായ ഒരുപാട് ധിക്കാരത്തിന്റെ നടപടികളിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട KK ഹസൻ മുസ്ലിയാർ, അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചു മഹാനായ താജുൽ ഉലമ ഉള്ള ആൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ആ രണ്ട് മഹാന്മാർക്കൊപ്പം നിഴലുപോലെ അവരുടെ വലം കയ്യായി അഭിവന്യരായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നെന്താ കഥ? ഇന്ന് നബിദിനാഘോഷം എല്ലാ പത്രങ്ങളിലും 45-50 ദിവസമായി തീർന്നിട്ടില്ല. പണ്ടത്തെ പത്രത്തിന്റെ നേതാക്കന്മാര് വരെ ഒരാൾ പറയാ, ഞാൻ ഇന്നലെ ഇന്തോനേഷ്യയിൽ പോയപ്പോ അവിടെ നബിദിനാഘോഷം ഭയങ്കരം. മറ്റേയാള് പറയാ അതിന്റെ പിറ്റേന്ന് ഇയാളെ അനുജൻ പറയാ, ഞാൻ മലേഷ്യയിൽ പോയപ്പം അവിടെ അതിലും വലിയ സമ്മേളനം. ഒലവക്കോടിനും കാസർകോടിനും ഇടയിൽ നമ്മുടെ 4 മദ്രസ കുട്ടികൾ മാത്രം ഈന്തും പട്ടയും വർണ്ണ കടലാസും. അതാണ് നബിദിനാഘോഷമെന്ന് പച്ചക്കള്ളം പറയുന്ന വഹാബി എമ്പാടും പ്രസംഗിച്ചു ഈ സമൂഹത്തിൽ. അതിന് മറുപടി പറയാൻ കാലം കാന്തപുരം ഉസ്താദിനെ കാത്തിരുന്നു.